ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിലിയൻസ്. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ലാറ്ററൽ എൻട്രി എക്സാമിൻ്റെ ഡീറ്റെയിൽസ് സംസാരിക്കുന്നതിനാണ്. ലാറ്ററൽ എൻട്രിയുടെ പ്രോസ്പെക്ടസ് കഴിഞ്ഞ ആഴ്ച LBS പബ്ലിഷ് ചെയ്തു. ഈ വർഷം ലാറ്ററൽ എൻട്രി എക്സാമിൻ്റെ ഡേറ്റ്സ് അനൗൺസ്ഡ് ആണ്. ഡേറ്റ്സ് മീൻസ് രജിസ്ട്രേഷൻ പബ്ലിഷ്ഡ് ആയി. ഏപ്രിൽ 10 മുതൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. മെയ് 22 വരെയാണ് രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്നത്. അതിൽ നമുക്ക് പ്രോസ്പെക്ടേഴ്സ് നോക്കാം. ഇതിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് 3 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ഡിപ്ലോമ. 2 ഇയർ ഡിപ്ലോമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാറ്ററൽ എൻട്രി വഴി ഡിപ്ലോമ പാസ്സായവരുണ്ട്. ITI കഴിഞ്ഞോ +2 ബയോളജി സയൻസ് കഴിഞ്ഞിട്ടോ ലാറ്ററൽ എൻട്രി വഴി ഡിപ്ലോമ എടുത്തവർക്കും DVOC AICTE അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും DVOC പാസ്സായവർക്കും +2 മാത്തമാറ്റിക്സ് പഠിച്ചിട്ട്, മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായി തന്നെ പഠിച്ചിട്ട് BSc ഡിഗ്രി പാസ്സായവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ 45% ആണ് മാർക്സ് പറയുന്നത്, പെർസെൻറ്റേജിലാണ്, CGP അല്ല. ഇതിൽ മെയിനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് ഡിപ്ലോമയുടെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനാണ്. അവർക്കും, അതായത് ഇപ്പോൾ എക്സാം എഴുതിയവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് അവരുടെ അഡ്മിഷൻ ടൈമിൽ ക്വാളിഫിക്കേഷൻ പ്രൂവ് ചെയ്താൽ മതി. അതായത് അവർ പാസ്സായാൽ മതി. അത് പാസ്സാവുന്ന റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇവിടെ LBSൽ സബ്മിറ്റ് ചെയ്താൽ മതിയാവും. ഇതിൽ നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ മറ്റൊരു കാര്യം പറയുന്നത് ഏജിൻ്റെയാണ്. ഏജിൻ്റെ കാര്യം 31 ഡിസംബർ 2025 18 വയസ്സ് പൂർത്തിയായവരായിരിക്കണം. ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഡിപ്ലോമ അല്ലെങ്കിൽ DVOC ഇന്ത്യക്ക് പുറത്തു നിന്നും അക്വയർ ചെയ്തിട്ടുള്ളവർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്ന് വാങ്ങേണ്ടതാണ്. അതിൻ്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. അത് നിങ്ങൾ പോയി കളക്ട് ചെയ്ത് വാങ്ങേണ്ടതാണ്. ഇന്ത്യക്ക് പുറത്ത് നിന്നും ഡിപ്ലോമ എടുത്തിട്ടുള്ളവർ. ഇനി LBS വഴിയുള്ള കോമൺ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഇതിനു വേണ്ടി പബ്ലിഷ് ചെയ്യുന്നത്. എല്ലാ സീറ്റും ഫില്ല് ചെയ്യുക അതുവഴിയാണ്. നമ്മുടെ ഗവൺമെൻറ് കോളേജസിൽ നമ്മുടെ +2 വഴി ഫില്ല് ചെയ്യാത്ത സീറ്റുകളും ഈ LBSൽ +2 വഴി ഫില്ല് ചെയ്യാത്ത സീറ്റുകളും ലെറ്റ് വഴി ഫില്ല് ചെയ്യുന്നതാണ്. ലെറ്റിനുള്ള സീറ്റിൻ്റെ കൂടെ ഫില്ല് ചെയ്യാത്ത +2 ഫില്ല് ചെയ്യാത്ത സീറ്റുകളും ഇതിൽ ഫില്ല് ചെയ്യുന്നതാണ്. ഇനി സ്പെഷ്യൽ റിസർവേഷൻ പറയുന്നുണ്ട്. അതായത് ചിൽഡ്രൻസ് ഓഫ് ഡിഫൻസ് പേഴ്സൺസിൻ്റെയും പാരാമിലിറ്ററി ഫോഴ്സിലുള്ളവരുടെയും സ്റ്റുഡൻസിന് സ്പെഷ്യൽ റിസർവേഷൻ പറയുന്നുണ്ട്. അതുപോലെ PWD പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിനും റിസർവേഷൻസ് ഉണ്ട്. ഇനി അടുത്ത ഗവൺമെൻറ് ഓർ എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ മെറിറ്റ് പ്രകാരം, സ്റ്റേറ്റ് മെറിറ്റ് പ്രകാരം 50% റിസർവേഷൻ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് സീറ്റ്സ്. അതിൽ EWS 10%, SC/BC 30%, SC/ST 10%. അതിൽ കൂടുതൽ SCക്കാണ്. ഇനി അടുത്ത നമ്മൾ മെയിനായിട്ട് നോക്കാറുള്ളത് ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്നത് lbs.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. വെബ്സൈറ്റ് വഴി നമുക്ക് ഇപ്പോൾ തന്നെ അത് അപ്ലൈ ചെയ്ത് തുടങ്ങാം. മെയ് 22 വരെയാണ് ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത്. മെയ് 20 വരെ നമുക്ക് പേയ്മെൻറ്റ് റെമിറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് റെമിറ്റ് ചെയ്യുക എന്നുള്ളത് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ജനറൽ കാറ്റഗറിക്ക് 1100 രൂപയും SC/ST വിഭാഗത്തിലുള്ളവർക്ക് 550 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. അഡ്മിഷൻ നമുക്ക് ഡയറക്റ്റ് lbs.center.kerala.gov.in എന്ന വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ വഴി ആദ്യം നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക, ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഇമേജും സർട്ടിഫിക്കറ്റ്സും അതിൽ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് കൺഫർമേഷൻ പേജ് വരും, അത് കൺഫർമേഷൻ ചെയ്താൽ മതി. ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് SSLCയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, നമ്മുടെ ലേറ്റസ്റ്റ് മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനുമായി ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് പോസിബിൾ ആണെങ്കിൽ അതും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതിന് ഈ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ എല്ലാം വാലിഡിറ്റി LBS പറയുന്നുണ്ട്. നോൺ ക്രിമിലിയറിന് 1 ഇയർ ആണ്. അതായത് 1 ഇയറിനുള്ളിൽ, ആപ്ലിക്കേഷന് മുമ്പ് 1 ഇയറിനുള്ളിൽ, ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ 1 ഇയറിന് മുമ്പ് നമ്മൾ വാങ്ങിയിട്ടുള്ള നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇൻകം സർട്ടിഫിക്കറ്റിന് 1 ഇയർ ആണ് വാലിഡിറ്റി പറയുന്നത്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് 3 ഇയേഴ്സ് പറയുന്നുണ്ട്. ഇനി നമ്മുടെ വർക്കിംഗ് പ്രൊഫഷണൽസ്, ഈവനിങ് ബാച്ച് BTechനും നമ്മളിപ്പോൾ LBS കഴിഞ്ഞ വർഷം മുതൽ ഇതേ സെയിം ലെറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻസ് സമർപ്പിക്കേണ്ടതും. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് തന്നെയാണ് അതിൽ എലിജിബിലിറ്റി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫീസിലേക്ക് പോകാം. നമുക്ക് മൊത്തത്തിൽ നമുക്ക് അഡ്മിഷൻ ടൈമിൽ ഏകദേശം 10,000 രൂപയോളം അഡ്മിഷൻ ടൈമിൽ നമുക്കവിടെ കോളേജിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് സെമസ്റ്റർ വൈസ് 1,700 രൂപയും അല്ലാതെ അടയ്ക്കേണ്ടി വരും. അഡ്മിഷൻ ടൈമിൽ ഫസ്റ്റ് സെമ്മിൻ്റെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത നമുക്ക്
ക്രൈറ്റീരിയ, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ക്രൈറ്റീരിയ നോക്കാം. ഇതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ 30 മാർക്ക്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 30 മാർക്ക്, പ്രോഗ്രാമിംഗ് സി 15 മാർക്ക്, മെക്കാനിക്സ് 15 മാർക്ക്, മാത്സ് 20 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഡിപ്ലോമക്കാർക്കാണ്, ഡിപ്ലോമ അല്ലെങ്കിൽ ഡിവോക്ക് പാസ്സായവർക്കാണ് ഈ ഒരു മാർക്ക് ക്രൈറ്റീരിയ വരുന്നത്. ഇനി BSc പഠിച്ചവർക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, പ്രോഗ്രാമിംഗ് സി, ഇംഗ്ലീഷ് അതിൽ 40, 30, 20, 15, 15 അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിലബസിലേക്ക് നോക്കാം. സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക് സിവിലിൻ്റെ കുറച്ച് പോർഷൻ, വളരെ കുറച്ച് പോർഷൻ, നമ്മൾ സിവിൽ ഡിപ്ലോമയിൽ പഠിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് പോർഷൻസേ ഉള്ളൂ. അതിൽ നമുക്ക് മെയിനായിട്ട് പറയുന്നത് സിവിലുള്ള ഒരു എല്ലാ സബ്ജക്ട്സിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അതിലെടുത്ത് പറയുന്നത് നമ്മുടെ ഈ NBC, KBR പോലുള്ള അതിൻ്റെ ഉള്ള ഒരു ബ്രീഫും റൂൾസ് പ്രകാരമുള്ളതും. മൊഡ്യൂൾ 2 പറയുന്നത് സർവേയിങ്, മെറ്റീരിയൽസ്, കോൺക്രീറ്റ്, സ്റ്റീല്, മോഡേൺ മെറ്റീരിയൽസിനെ പറ്റിയും പറയുന്നുണ്ട്. നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ 3ാമത്തെ മൊഡ്യൂളായിട്ട് പറയുന്നത്, അതിൽ മെയിനായിട്ട് ബ്രിക്ക് മേസണറി, റൂഫ്, ഫ്ലോർ കാര്യങ്ങളാണ്. ഇനി അടുത്ത നമ്മൾ മെക്കാനിക്കലിൻ്റെ കേസിൽ പറയുക തെർമോഡൈനാമിക്സ്, റെഫ്രിജറേഷൻ, മാനുഫാക്ചറിങ് പ്രോസസ്സ്, അങ്ങനെ 3 മൊഡ്യൂൾസ് ഉണ്ട്. അതിൽ സിവിലിൻ്റെ സ്റ്റുഡൻസിന് ഈ 3 മൊഡ്യൂളിൽ നിന്നും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരിക്കും. കാര്യം അവർ 3 ഇയർ ആയിട്ട് പഠിക്കുന്ന സിവിലിൻ്റെ പോർഷൻസിൽ നിന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആഡ് ഓൺ ആയിട്ടൊന്നും തന്നെ അതിലില്ല. ഇനി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 3 മൊഡ്യൂള്, ഇലക്ട്രിക്കലും 3 മൊഡ്യൂള് ഇലക്ട്രോണിക്സും ആണ്. ഇനി അടുത്ത പ്രോഗ്രാമിംഗ് സി 5 മൊഡ്യൂൾസാണ്. വളരെ ഈസി ആയിട്ട് നമ്മളൊരു ക്ലാസ് ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് പഠിച്ചു പോകുന്നതാണ് ഈ പ്രോഗ്രാമിംഗ് സി. ഇനി അടുത്ത മെക്കാനിക്സ് നമ്മൾ ബേസിക് ആയിട്ട് ഡിപ്ലോമയുടെ ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ച പോർഷൻസ് തന്നെ ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്താൽ ഈസി ആയിട്ട് അതും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മാത്തമാറ്റിക്സ് നമ്മൾ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആയിട്ട് ഫസ്റ്റ് ഇയർ പഠിച്ച പോർഷൻസ് ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ഇയർ BTechന് അവർ പഠിക്കുന്ന സെയിം പോർഷൻസ് തന്നെയാണ് ഡിപ്ലോമയ്ക്കും ഏകദേശം വരാറ്. അതിൽ ആഡ് ഓൺ ആയിട്ട് വരുന്ന പോയിൻറ്റ്സ് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, അതൊന്ന് കവറപ്പ് ചെയ്ത് പോയത്. ഇംഗ്ലീഷിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് +2 തലങ്ങളിൽ പഠിക്കുന്ന ഇംഗ്ലീഷിൻ്റെ ബേസിക് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് അതിലുള്ളത്. അതിലൊരു പാസേജിൻ്റെ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതും പ്ലസ് ബേസിക് ഗ്രാമേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ അതിലുള്ളൂ. ഇനി ബാക്കിയുള്ള സിലബസ് നമ്മുടെ BSc സ്റ്റുഡൻസിനുള്ള സിലബസാണ്. ഇനി എക്സാമിൻ്റെ ക്രൈറ്റീരിയാസ് പറയാം. 120 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരാറ്. 120 മിനിറ്റ്സ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ട്. നമുക്ക് നെഗറ്റീവ് മാർക്കിങ് ഇല്ല, നെഗറ്റീവ് മാർക്കിങ് ലെറ്റ് എക്സാമുകൾക്കില്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാവുന്നതാണ്. നെഗറ്റീവ് മാർക്കിങ് എന്നുള്ള ഇഷ്യൂ നമുക്ക് വരത്തില്ല. ഇനി അടുത്ത രജിസ്ട്രേഷൻ പ്രോസസ്സ് നിങ്ങൾ കണ്ടായിരുന്നു. നമ്മുടെ ഓൺലൈൻ ഫീ ചെയ്ത് നമ്മൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. എന്നിട്ട് നമുക്ക് എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ ഹാൾ ടിക്കറ്റ്, എനിക്ക് തോന്നുന്നു ജൂൺ ടൈമിൽ ഹാൾ ടിക്കറ്റ് ലെറ്റ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ജൂണിൽ തന്നെ ആയിരിക്കും എക്സാം പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ജൂലൈയിൽ തന്നെ അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്ത് ജൂലൈ ആഗസ്റ്റോട് കൂടി അഡ്മിഷൻ പ്രോസസ്സ് നടക്കും. അപ്പോൾ ലെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, അതായത് ഡിപ്ലോമ കഴിഞ്ഞിട്ടും നമ്മുടെ BSc കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ബ്രാഞ്ച് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് സിവിൽ പഠിച്ച ഒരാൾക്ക് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ലാറ്ററൽ എൻട്രി വഴി കയറാം. പണ്ട് അങ്ങനെയുള്ളൊരു ചാൻസ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾക്ക് ഏതൊരു ബ്രാഞ്ചിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് നമ്മളിപ്പോൾ സിവിൽ കഴിഞ്ഞിട്ട് മറ്റൊരു ബ്രാഞ്ച് ചേഞ്ച് ആവശ്യപ്പെടുന്നവരുണ്ട്, ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർക്ക് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ വർഷത്തെ ലാറ്ററൽ എൻട്രിയുടെ ഡീറ്റെയിൽ നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടവർ ഉടനെ തന്നെ അതിന് വേണ്ട സർട്ടിഫിക്കറ്റ്സ് ഇതിൻ്റെ അനക്സേഴ്സിൽ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾ അതിൻ്റെ അനക്സേഴ്സിൽ നിങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ സാമ്പിൾ ഫോംസ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കൺസേൺഡ് അതോറിറ്റിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ്. ഈ നമ്മൾ ഇപ്പോൾ തന്നെ ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങുക. അപ്ലൈ ചെയ്ത് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. മെയ് 22 വരെ ഡേറ്റ് ഉണ്ട്. അതിൽ 20-ാം തീയതി വരെയാണ് നമുക്ക് ഓൺലൈൻ ഫീസ് അടയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ എല്ലാം കണ്ടു. അപ്പോൾ നമുക്ക് ഈ സബ്ജക്ട്സ് എങ്ങനെ കവർ ചെയ്യും? സിവിൽ പഠിച്ച ഒരാൾക്ക് പ്രോഗ്രാമിംഗ് സി, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സബ്ജക്റ്റുകളിൽ പ്രശ്നമുണ്ട് എന്നറിയാം. അപ്പോൾ സിവിലിയൻസ് ലെറ്റിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലെറ്റിൻ്റെ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ഉടൻ തന്നെ പർച്ചേസ് ചെയ്യാം. ഇപ്പം തന്നെ അവൈലബിൾ ആണ്. ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ക്ലാസ്സസ്സാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഒരുപാട് പേര് സ്കോർ ചെയ്തതും സിവിലിയൻസിൻ്റെ തന്നെ ഈ ക്ലാസ്സസ് ഫോളോ ചെയ്തിട്ടാണ്. നമുക്ക് കറക്റ്റ് പാറ്റേണിൽ പഠിച്ചു പോയാൽ ലെറ്റ് ഈസിയായി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. 2025 ലെറ്റിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ 3 ഇയർ കൊണ്ട് തന്നെ BTech കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു BTech ആൻഡ് ഡിപ്ലോമ ഹോൾഡറായി മാറാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ എൻക്വയറിക്ക്
നോക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സിവിലിയൻസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്, ലെറ്റിൻ്റെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ.